3 കുറുവാരി അന്ന് 25, ഇന്ന് 33. സാറ് വെളിച്ചെണ്ണ 1 ലിറ്റർ അന്ന് സബ്സിഡി എന്റെ പാലാൽ മിനിസ്റ്റർ നമ്മളെ ദേശാഭിമാനിയിലെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു സാധനമുണ്ട്, സബ്സിഡി കൂട്ടില്ല. നമ്മൾ ഒത്തിരി BJP ഇട്ട് ഓടിച്ചതാണ്. ആ സാധനമാണ്. ആ വില കൂട്ടില്ല, സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡുണ്ടുണ്ടു എന്ന് പറഞ്ഞ് BJP ഇട്ട് നമ്മൾ ഒത്തിരി ഓടിച്ചതാണ്. വെറുതെ ഓർമ്മിപ്പിക്കരുത്. അപ്പോ ആ സാധനങ്ങൾക്കാണ് ഇപ്പോ ഈ വിലവർധന ഉണ്ടായിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. പൊതുവിപണിയിലെ കാര്യത്തിലേക്ക് വന്നാൽ പൊതുവിപണിയിൽ ഇതിനേക്കാൾ വലിയ വിലവർധനവാണ് പൊതുവിപണിയിൽ. സാർ ഞാൻ മാത്രം പറഞ്ഞതല്ല ഇതിപ്പോ ഒരു പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. പത്രങ്ങളിൽ കൂടി വായിക്കാം എന്നുള്ളതല്ലാതെ പാർട്ടി കമ്മിറ്റിയിലൊന്നും നമ്മളില്ല. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ CPI സമ്മേളനങ്ങളിൽ പോലും അവിടെ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. അതായത് 13-ന് അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായെന്നും വെളിച്ചെണ്ണ വില വർധനവ് നാണക്കേടാണെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു. കുറഞ്ഞ വിലയ്ക്ക് പൊതുവിപണിയിൽ കിട്ടും, പിന്നെന്തിനാണ് കേരയുടെ എണ്ണ ഈ കൂടിയ വിലയ്ക്ക് വാങ്ങണമെന്നുള്ള ചോദ്യമടക്കം ഉയർന്നു. ഹോർട്ടികോർപ്പ് എന്തിനാണെന്നും ഹോർട്ടികോർപ്പിൽ പൊതുവിപണിയേക്കാൾ വിലയാണെന്നും പിന്നെങ്ങനെ സ്ഥാപനം രക്ഷപ്പെടും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഇത് CPI സമ്മേളനങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ശരിയുണ്ടാകാം, തെറ്റുണ്ടാകാം. സാർ ഇവിടെ അത് മാത്രമാണോ? അത് മാത്രമല്ല സാർ ഇവിടെ പിന്നെ സപ്ലൈകോയ്ക്ക് കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നൽകുന്നില്ല സാർ. അതുകൊണ്ട് അവർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല. അതുമൂലം സപ്ലൈകോ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് സാർ, സപ്ലൈകോയ്ക്ക് അവർ ആവശ്യപ്പെടുന്ന തുക കൊടുത്തുകൊണ്ട് ഒരു അന്തർദേശീയ വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാം. സിനിമയിൽ ഇന്നസെന്റ് ഒക്കെ പറയുന്ന പോലെ, സിനിമയിൽ ഇന്നസെന്റ് പറയുന്നുണ്ട്, രാവണ പ്രഭുവിലാണെന്ന് തോന്നുന്നു. ഇത് അയാളുടെ കാലമല്ലേ? ആരുടെയാ? കോൺക്ലേവിന്റെ. അപ്പോ ഒരു വിലക്കയറ്റ വിരുദ്ധ കോൺക്ലേവ് നടത്തുക അല്ലാതെ ഗവൺമെന്റ് കാര്യമായിട്ട് എന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല സാർ. സാർ പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല സാർ. അത് ബഹുമാനപ്പെട്ട മന്ത്രിമാര് രണ്ടുപേരും ചോദിച്ചു 9 കൊല്ലം മുമ്പ് അല്ലേന്ന്. ഞാൻ അതുകൊണ്ട് പറയാം. മട്ട അരി ലൂസ് 2 മാസം മുമ്പ് 53 രൂപയായിരുന്നു. 2 മാസം കൊണ്ട് അത് 56 സാർ. വട്ടൽ മുളകിന് 2 മാസം മുമ്പ് പൊതുവിപണിയിൽ 170 രൂപയായിരുന്നു. 2 മാസത്തിന് ശേഷം 185 രൂപയാണ് സാർ. 2 മാസം കൊണ്ട് 15 രൂപയാണ് കൂടുന്നത്. ചെറുപയർ 2 മാസം മുമ്പ് 155 രൂപയായിരുന്നു. ഇപ്പൊ അത് 170 രൂപയാണ് സാർ. ഉഴുന്നുപരിപ്പ് 2 മാസം മുമ്പ് 120 രൂപയായിരുന്നു. ഇപ്പൊ അത് 130 രൂപയാണ് സാർ. സാർ ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. അതുകൊണ്ട് ഇത് പൊതുവിപണിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പൊതുവിപണിയിലെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള സപ്ലൈകോ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പോലെയുള്ള സംവിധാനങ്ങളെ നമ്മൾ ശക്തിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല സാർ. ഇവിടെ പ്രൈസ് മോണിറ്ററിംഗ് ഇല്ല. അതിനായി റെഗുലർ ഇന്റർവെൻഷൻ